ഹായ് ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തായ്ലൻഡിലൂടെ ഒരു ജോബ് ഓഫർ ആണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഫ്രീ വിസയാണ്. മാത്രമല്ല നമുക്ക് മിനിമം ഏകദേശം 50,000 മുതൽ 82,000 വരെ സാലറി കിട്ടുന്നുണ്ട്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ്. അപ്പോൾ വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. ഫ്രഷേഴ്സിനും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് അറിയേണ്ടത് എന്തായിരിക്കും ജോബ് കൂടുതലും വരുന്നത് ടെലികോളിംഗ് ജോബും അതുപോലെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗും ഇതുപോലെ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ അത്യാവശ്യം കളിക്കാൻ അറിയുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, ഈ ജോബിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർക്ക് കേരളത്തിൽ നിന്ന് ജോബ് ഓഫർ വന്നിട്ടുണ്ട്. മലയാളി ഏജൻസീസ് തന്നെ ഒരുപാട് ജോബ് ഓഫർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട്. വലിയ എക്സ്പെൻസ് കാര്യങ്ങളൊന്നുമില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണ് തായ്ലൻഡ്. അപ്പൊ ഇത്രയൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ, ഇത്രയും ഓഫറൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ എന്തായാലും നിങ്ങൾ വിശ്വസിക്കും, ഉറപ്പല്ലേ? പക്ഷെ ഞാൻ പറയുന്നത് ഇതൊരു ട്രാപ്പാണ്. ഒരുപാട് ആൾക്കാർ ഈ ഒരു ട്രാപ്പിൽ പെട്ടുപോയിട്ടുണ്ട്. നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളാണെങ്കിലും അതുപോലെ ജോബ് ഓഫർ ആണെങ്കിലൊക്കെ പക്ക പെർഫെക്റ്റ് ആയിരിക്കും. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു റെപ്യൂട്ടഡ് കമ്പനിയാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലുള്ള ഓഫേഴ്സ് കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇതുപോലെ തായ്ലൻഡിലോട്ട് ജോലിക്ക് എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാവരും ജോലി നോക്കി നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഗൾഫിൻ്റെ അവസ്ഥ ഏകദേശം എല്ലാവർക്കും അറിയാം. വലിയൊരു ശമ്പളം നമുക്ക് മറ്റുള്ള കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഗൾഫിൽ എത്ര കിട്ടുന്നില്ല സാധാരണക്കാരായ ആൾക്കാർക്ക്. അങ്ങനെ വരുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും മറ്റുള്ള കൺട്രീസിലോട്ടും കൂടെ ജോബ് ഓഫർ നോക്കും. നമ്മളിപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ തായ്ലൻഡ്, ലാവോസ്, വിയറ്റ്നാം, കംബോഡിയ. വിയറ്റ്നാമിൽ അത്ര വലിയതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല. മെയിനായിട്ട് ലാവോസ്, മ്യാൻമർ, കംബോഡിയ, തായ്ലൻഡ് ഈ പറയുന്ന രാജ്യങ്ങളിലാണ് സൈബർ സ്കാം ജോബ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ നിങ്ങൾക്കൊരു ഇപ്പോൾ 2022 റീസെൻ്റ് അല്ല, 2022 ഇതുപോലെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ഏകദേശം 130ഓളം ഇന്ത്യൻസ് ഈ ഒരു സ്കാമിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഡയറക്റ്റ് ഈ ഒരു ജോബിനായിട്ട് അങ്ങ് പോകുന്നവരുണ്ടാവാം. പക്ഷേ ഞാൻ പറയുന്നത് ഭൂരിഭാഗം ആൾക്കാരെയും കൊണ്ടുപോകുന്നത് ഇവിടെ നല്ല ഓഫേഴ്സ് കൊടുത്തിട്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഏകദേശം $700 മുതൽ അതുപോലെ $1,000, $2,000 വരെയൊക്കെ ഏൺ ചെയ്യാൻ പറ്റും നല്ലപോലെ വർക്ക് ചെയ്യുകയാണെങ്കിൽ. ഇതുപോലുള്ള ഓഫേഴ്സ് കാണുമ്പോൾ ഭൂരിഭാഗം ആൾക്കാരും വീണ് പോകും. അപ്പോൾ നമ്മൾ കൂടുതലും ഇങ്ങനെയുള്ളൊരു ഓഫർ കാണുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുക എന്താ, ആദ്യം ആ ഒരു രാജ്യം എങ്ങനെയാണെന്ന് നോക്കും. തായ്ലൻഡ് എന്ന് പറയുന്ന രാജ്യം എങ്ങനെയാണെന്ന് നോക്കും. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ തായ്ലൻഡ് ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. പിന്നെ നമ്മൾ വിസയുടെ കോസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കും. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ ഭൂരിഭാഗം ആൾക്കാരും പിന്മാറി കളയും. പക്ഷേ സെയിം ടൈമിൽ നമ്മൾ ഇപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഡയറക്റ്റ് കമ്പനി റിക്രൂട്ട്മെൻ്റ് ആണെങ്കിൽ ഒരിക്കലും അവർ ഫണ്ട് വാങ്ങില്ല. കമ്പനി തന്നെയാണ് കംപ്ലീറ്റ് എക്സ്പെൻസും എടുക്കുക എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും കേട്ടതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്കാമേഴ്സ് കൂടുതലും പറയുന്ന ഒരു കാര്യമാണ്, ഇത് കംപ്ലീറ്റ് ഫ്രീ വിസയാണ്, ഡയറക്റ്റ് കമ്പനി റിക്രൂട്ട്മെൻ്റ് ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് തായ്ലൻഡിൽ ടൂറിസ്റ്റ് വിസയിൽ, അതായത് ഫ്രീ വിസയിൽ വന്ന് ലാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡയറക്റ്റ് എയർപോർട്ട് പിക്കപ്പ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ നോക്കിക്കോളും. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും അതിൽ വീണ് പോകും. പിന്നെ തായ്ലൻഡിൽ ലാൻഡ് ചെയ്യുന്ന കേസും ഞാൻ ഇതിന് മുമ്പൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ട് നമുക്ക് പറ്റും. ജസ്റ്റ് ഇപ്പോൾ ഹോട്ടൽ ബുക്കിംഗ്, ട്രാവൽ ഇൻഷുറൻസ്, ഈ പറയുന്ന ട്രാവൽ ഇൻഷുറൻസ് ഒന്നും മാൻഡേറ്ററി അല്ല. ജസ്റ്റ് ഹോട്ടൽ ബുക്കിങ്ങും റിട്ടേൺ ടിക്കറ്റും ഉണ്ടെങ്കിൽ തായ്ലൻഡിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2,500 രൂപക്കൊക്കെ കൊച്ചിയിൽ നിന്ന് നിങ്ങൾക്ക് ബാങ്കോക്ക് വരെ ഫ്ലൈറ്റ് കിട്ടും. പിന്നെ നമ്മൾ അവിടെ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാലും കൂടുതലും ഇവരെ പിക്ക് ചെയ്യുന്നത് ഈ ഒരു കമ്പനിയുടെ ആൾക്കാർ തന്നെ ആയിരിക്കും. പിന്നെ എന്താ കേസ് എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും അതുപോലെ പല ആൾക്കാരിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ടും കേട്ടോ പറയുന്നത്. പിന്നെ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇവരെ കൊണ്ടുപോകുന്നത് മ്യാൻമറിലോട്ടാണ്. അതായത് തായ്ലൻഡിൽ നിന്ന് മ്യാൻമറിലോട്ട് സാധാരണ ബൈ റോഡ് ഇപ്പോൾ ബോർഡർ ക്രോസിങ്ങും പോസിബിൾ അല്ല. തായ്ലൻഡിനും മ്യാൻമറീസിനും മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റൂ. ഇന്ത്യൻസിനൊന്നും ഒരിക്കലും മ്യാൻമറിലോട്ട് ബൈ റോഡ് പോകാൻ പറ്റില്ല. അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബോർഡർ സൈഡിലൊക്കെ തന്നെ ഒരുപാട് അവയർനെസ് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ സൈബർ സ്കാം ഉണ്ട് തായ്ലൻഡും അതുപോലെ മ്യാൻമറിലൊക്കെ. അപ്പോൾ നിങ്ങളൊന്ന് അലേർട്ടായിരിക്കുകയെന്ന് അവർ തന്നെ ഒരുപാട് ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻസൊക്കെ കൂടുതലും കുടുങ്ങി പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, തായ്ലൻഡിൽ നിന്ന് മ്യാൻമറിലോട്ട് പോകുന്നത് ബൈ റോഡാണ്. അതും ഇല്ലീഗലായിട്ടാണ് പോകുന്നത്. കാരണം തായ്ലൻഡും മ്യാൻമറും തമ്മിലുള്ള ഒരു ബോർഡർ എന്ന് പറയുന്നത് ഒരു ചെറിയ പുഴയാണ്. ഇത് ക്രോസ് ചെയ്തിട്ട് വേണം മ്യാൻമറിലെത്താൻ. അപ്പോൾ ഇവിടെയാണ് അവർക്ക് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ മ്യാൻമറിൽ അവർ നിൽക്കുന്നത് തന്നെ ഇല്ലീഗലായിട്ടാണ്. ഇൻ കേസ് ഇപ്പോൾ പോലീസിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്താലും അതും ചിലപ്പോൾ വേറെ ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷേ ഈ ഇങ്ങനെ രക്ഷപ്പെട്ട ആൾക്കാരൊക്കെ പറയുന്നത് അവിടുന്ന് നമ്മൾ സ്വയം രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും അവർ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളായിട്ട് സ്വയം പുറത്ത് ചാടുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല.
പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇവരെ അവർ മാക്സിമം ജോലി ചെയ്യിപ്പിക്കുന്നേ ഉള്ളൂ. ജോലി ചെയ്യിപ്പിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്താൽ ചിലപ്പോൾ ശമ്പളമോ കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യും. അല്ലാതെ ഇവരെ ഒരുപാട് ഉപദ്രവിക്കുന്നത് കുറവാണ്. കാര്യം അതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ജയിലിൻ്റെയൊക്കെ അവസ്ഥ കണ്ടില്ലേ, ഒരുപാട് ഇങ്ങനെ ഉപദ്രവിക്കാൻ ചാൻസ് ഇല്ല. കാര്യം ഏതൊരു മനുഷ്യനാണെങ്കിലും നമ്മളിപ്പോൾ ഒരുപാട് അങ്ങ് ഉപദ്രവിക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഒരു ടൈം എത്തിക്കഴിഞ്ഞാൽ അവരെന്തായാലും തിരിച്ച് റിയാക്ട് ചെയ്യും. അപ്പോൾ ഇതുപോലെ തടങ്കലിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും മറ്റേ ടൈമിൽ തന്നെ ഇവരെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് ഒപ്പോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇങ്ങനെ തടങ്കലിൽ വെച്ച ആൾക്കാർ അവർ ഒരുപാട് ഉപദ്രവിക്കുകയൊന്നുമില്ല. കറക്റ്റ് ടൈമിൽ ഫുഡ് കൊടുക്കും. അതുപോലെ തന്നെ ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും അവരെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ തന്നെ എങ്ങനെയെങ്കിലും പേയ്മെൻറ്റ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ആ ഒരു വേ മാത്രമേ ആൾക്കാരെ നോക്കൂ. അല്ലാതെ ഇപ്പോൾ അറ്റാക്കിങ്ങിലൂടെ രക്ഷപ്പെട്ടു പോകാമെന്നുള്ള മെൻറ്റാലിറ്റി ആർക്കും അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതുപോലെയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നോക്കുക, എങ്ങനെ ഏതൊക്കെ കമ്പനിയിൽ നിന്ന് ജോബ് ഓഫർ വന്നാലും. ഇപ്പോൾ തായ്ലൻഡിലൊന്നും ഒരിക്കലും ഈ പറയുന്ന 50,000 അല്ലെങ്കിൽ ഒരു 70,000 80,000 ഇത്രയൊന്നും ശമ്പളം ഒരിക്കലും കിട്ടില്ല. മാക്സിമം കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുന്നത് അറൗണ്ട് ഇപ്പോൾ നോർമൽ ജോബ് കിട്ടോ, സാധാ ഞാനിപ്പോൾ പറഞ്ഞ ടെലികോളിംഗ് ആണെങ്കിലും അതുപോലെ സെക്യൂരിറ്റി ജോബാണെങ്കിലൊക്കെ ഏകദേശം ഒരു 30,000 35,000 ആ ഒരു റേഞ്ചിലേ നമുക്ക് അവിടെ ഏൺ ചെയ്യാൻ പറ്റൂ. ഏകദേശം ഗൾഫിൽ കിട്ടുന്ന ഏകദേശം ആ ഒരു സാലറിയൊക്കെ തന്നെ തായ്ലൻഡിലും ലാവോസിലും അതുപോലെ കംബോഡിയയിലൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തായ്ലൻഡിലൊക്കെ ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ, തായ്ലൻഡിൽ വർക്ക് ചെയ്യുന്ന കുറേ മലയാളീസ് ഉണ്ട്. എന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്നതൊക്കെ പോസിബിളാണ്. ഏത് ജോബ് ഓഫർ കിട്ടിയാലും നിങ്ങൾ ഫോർഗെറ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. നോർമലി ഇപ്പോൾ നിങ്ങൾക്ക് ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയെപ്പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ തായ്ലൻഡിൽ ഉണ്ടെങ്കിൽ അവർ മുഖേന നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഇതേതാ കമ്പനി, എങ്ങനെയാണ് കമ്പനി, ആ ബേസിലൊക്കെ നോക്കുക. ഇനി അതൊന്നും ഇല്ലെങ്കിൽ അവിടെ എന്താ പറയുക, മലയാളീസിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും. അതിലൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. തായ്ലൻഡിൻ്റെ കേസല്ല, ഏത് കൺട്രി ആണെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് നോക്കുക. ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പറ്റുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സീ യു ഗൈസ്.